മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം പൊറുതിമുട്ടി തിരുവനന്തപുരം വേളി തുമ്പ റോഡിന് ഇരുവശത്തെയും താമസക്കാർ. പൗണ്ട് കടവ് സ്റ്റേഷൻ കടവ് ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡിലൂടെയുള്ള യാത്രയും ദുസ്സഹമാണ്. പരാതി നൽകിയിട്ടും നഗരസഭ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വേളി തുമ്പ റോഡ് APJ അബ്ദുൽ കലാം പാർക്കിനും VSSCക്കും ഇടയിലുള്ള സ്ഥലം പൗണ്ട് കടവ് ജംഗ്ഷൻ. ഇവിടെയാണ് ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുന്നത്. അവിടെയായിരുന്നു. ഇപ്പോഴും തുടങ്ങിയിട്ട് ഒരു 7 മാസം കഴിഞ്ഞു. അത് എല്ലാവരും കാണാൻ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ അത് രാവിലെയും വെളുപ്പാൻ കാലത്തും 5 മണിക്ക് അവർ ചിലപ്പോഴും നമ്മൾ ആളുകളെയൊക്കെ നോക്കിയിട്ട് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ട് അങ്ങ് എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്. അവർ പറയണത് എന്താ വെച്ചാൽ റെയിൽവേയിൽ അവിടെ കിടക്കണതിന് ഞങ്ങൾ എന്തൊരു വേണമെന്നാണ് അവർ പറയണത്. നമ്മളൊക്കെ പറയാനൊന്നും പറ്റൂല. റെയിൽവേയിൽ കിടക്കണ റെയിൽവേയിൽ ഇവിടെ തന്നെ വൃത്തിയാക്കാൻ ഈ പാമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കാനായിട്ട് അവരെ വിളിച്ചാൽ പറയും ഞങ്ങൾക്ക് റെയിൽവേയായിട്ട് ഒരു ഇതുമില്ലെന്ന്. അയ്യോ, ചില സമയത്ത് ഒന്നാമത് വണ്ടി പോകുമ്പോൾ ഉള്ള സ്മെല്ല്, അത് ചില വണ്ടിയാണെങ്കിൽ നമ്മൾ തല ഇറങ്ങി വീഴും. ഇതിനകത്ത് ഓഫീസിൽ ജോലിക്ക് വരുന്ന പിള്ളേർ ഇതുവഴിയാണ് ഇറങ്ങിപ്പോണത്. അഥവാ വണ്ടി വരുമ്പോൾ അപ്പുറത്തുമൊക്കെ ആണെങ്കിൽ നാറ്റം കാരണം അവർക്ക് ചിലപ്പം കൊലിച്ചാണ് പോണത്. നമ്മൾ നേരത്തെ കണ്ടത് പൗണ്ട് കടവ് ജംഗ്ഷനാണ്. ഇപ്പോൾ ഇത് സ്റ്റേഷൻ കടവ് റെയിൽവേ പാളത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യ കൂമ്പാരമാണ്. നഗരസഭയ്ക്ക് കീഴിൽ വരുന്നൊരു സ്ഥലമാണിത്. എന്നിട്ടാണ് ഇവിടെ ഇത്രയും കൂടുതൽ മാലിന്യം കയറി കിടക്കുന്നത്. ഇരുവശങ്ങളിൽ വീടുകളുണ്ട്, താമസക്കാരുണ്ട്. എല്ലാവർക്കും അതിരൂക്ഷമായ ഗന്ധമാണ് ഈ ഒരു പ്രദേശത്തിൽ നിന്ന് ഏൽക്കാൻ സാധിക്കുന്നത്. നമുക്കിവിടെ നിൽക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അധികൃതർ എന്താണ് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നൊരു ചോദ്യം നമുക്കിവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഓരോ തവണയും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വേസ്റ്റ് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ക്യാമറാമാൻ വിജു എം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.